പുതിയൊരു സുപ്രീം കോടതി ഉത്തരവ് വന്നത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വളരെ സിമ്പിളായിട്ട് നാഷണൽ ഹൈവേൻ്റെ പാതയോരത്തൊക്കെ വീട് നിർമ്മിക്കാറുണ്ട്. അതിൻ്റെ സെറ്റ് ബാക്കും കാര്യങ്ങളും ബിൽഡിംഗ് റൂള് പ്രകാരം നമ്മൾ നിർമ്മിച്ചു വരുന്നുണ്ട്. എന്നാൽ അത് ഇനി പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ റൂള് പറയുന്നത്. നമ്മളുടെ നാഷണൽ ഹൈവേൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നും 40 മീറ്റർ വിട്ടുകൊണ്ടാണ് വീട് നിർമ്മാണങ്ങൾക്ക് സെറ്റ് ബാക്ക് വിടേണ്ടത്. അതുപോലെ തന്നെ സെൻട്രൽ ലൈനിൽ നിന്ന് 75 മീറ്റർ ആണ് കച്ചവട ആവശ്യത്തിനുള്ള നിർമ്മാണങ്ങൾക്ക് വേണ്ടി വിടേണ്ടത്. അപ്പോൾ ഇത്രയും സെറ്റ് ബാക്ക് വിടേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വീട് നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി 40 മീറ്ററും കച്ചവട ആവശ്യ നിർമ്മാണങ്ങൾക്ക് വേണ്ടി 75 മീറ്ററുമാണ് സെറ്റ് ബാക്ക് വിടേണ്ടത്. സെറ്റ് ബാക്ക് അല്ല, ഈ നാഷണൽ ഹൈവേൻ്റെ സെൻട്രൽ നിന്നും വിടേണ്ട ദൂരപരിധിയാണ്, വശങ്ങളിലേക്കുള്ള ദൂരപരിധിയാണ് പറയുന്നത്. നാഷണൽ ഹൈവേൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. 45 മീറ്ററിൻ്റെ രണ്ട് വശങ്ങളിലേക്കും വരുന്നത് 22.5 ആണ്. അപ്പോൾ ഈ 22.5ഉം പിന്നെ അതിനോട് എത്രയാണോ 40 മൈനസ് 22.5 നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ വശങ്ങളിലേക്ക് വിടേണ്ടതെന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 17.5 മീറ്റർ നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കച്ചവട ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 32.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ സെറ്റ് ബാക്ക് വിടേണ്ടത്. അപ്പോൾ ഈ ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ബാക്കിൽ നിന്നും എത്രയോ വ്യത്യാസമാണ് ഈ ഒരു ഉത്തരവ് പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. കാരണം വലിയൊരു സ്പേസ് വിട്ടുകൊണ്ടാണ് ഇനി ഏതൊരു നിർമ്മാണ പ്രവർത്തനവും നടക്കാൻ പാടുള്ളൂ. ഇനി നടന്നു കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളും പുനഃപരിശോധിക്കും എന്നാണ് ആ ഒരു ഉത്തരവിൽ പറയുന്നത്. എന്തെങ്കിലും പുതിയ അമെൻമെൻറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ കേരളത്തിൽ 45 മീറ്റർ ആണ് വിടുത്ത് വരുന്നത്. ആ 45 മീറ്ററിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്നാണ് 40 മീറ്റർ റെസിഡൻഷ്യൽ പർപ്പസിനും 75 മീറ്റർ ഈ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി വിടണം എന്ന് പറയുന്നത്, വശങ്ങളിലേക്ക് വിടേണ്ടത്. അതിൽ 22.5 മീറ്റർ രണ്ട് വശങ്ങളിലെ അകലം, നാഷണൽ ഹൈവേൻ്റെ രണ്ട് വശങ്ങളിലേക്കും 22.5 മീറ്റർ. ആ 22.5 മീറ്ററിൻ്റെ അപ്പോൾ നാഷണൽ ഹൈവേൻ്റെ എഡ്ജിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17.5 റെസിഡൻഷ്യൽ പർപ്പസിനും 32.5 കൊമേഴ്ഷ്യൽ പർപ്പസിനും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ബാക്കി ഒരു അമെൻമെൻറ്റോ ഉത്തരവോ എന്തെങ്കിലും വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ റൂള് പ്രകാരം മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.